أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. തഖദ്ദമ അന്നൽ ഇഖ്തിയാറ സ്വഹബത്ത് വൽ ഉഖ്വത അമലുൻ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇഖ്തിയാറ സ്വഹബത്ത വൽ ഉഖ്വത അമലുൻ. അതായത് സ്വഹബത്തിനെ തെരഞ്ഞെടുക്കലും ഉഖ്വത്ത് അതുപോലെ പരസ്പരം അള്ളാഹുവിന് വേണ്ടിയുള്ള ഈ സാഹോദര്യത്തിനെ തെരഞ്ഞെടുക്കുന്ന അമലാണ്. അപ്പം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലുന്നവർ, അല്ലെങ്കിൽ നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു, അങ്ങനെ പോലത്തെ ഒരു കോൺഷ്യസ് ആയി നമ്മൾ ചെയ്യുന്ന ഒരു അമലാണ് ഒരാളെ സുഹബത്തിൽ കഴിയാന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ സാഹോദര്യം നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇരുന്നാൽ അത് നമ്മുടെ അടുത്തേക്ക് വരുമെന്നില്ല. ഞാൻ ഒരാളെ കണ്ടുപിടിക്കണം, ഇന്ന ആൾ നല്ലൊരു മനുഷ്യനാണ്, അവരെ കൂടെ നമ്മൾ നടക്കാം, ഇന്ന ആളുകൾ നല്ല ആൾക്കാരാണ്, അവരെ കൂടെ നമുക്ക് ജീവിക്കാം, അല്ല അവരെ എൻ്റെ സഹോദരനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു അമലാണ്. അത് കോൺഷ്യസ് ആയി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചു എന്നാണ് ശൈഖ് അവർ പറയുന്നത്. അപ്പോൾ അന്ന കുല്ലു അമലിൻ യഹ്താജു ഇലാ ഹുസ്നുൽ ഇബ്തിദാ. അപ്പോൾ അമലായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുമ്പോൾ ഏതൊരു അമലിനും ഒരു നല്ല ഒരു തുടക്കം ഉണ്ടാവണം. അമലാണെങ്കിൽ ഇപ്പോൾ നിസ്കാരത്തിന് നമ്മൾ നിയ്യത്ത് കൊണ്ട് തുടങ്ങുന്നുണ്ട്, നോമ്പിനും നിയ്യത്തുണ്ട്, ദിക്റിനും ഔറാദ് എല്ലുന്നതിനും വദീഫ എല്ലുന്നതിനും ഇപ്പം ഈവൻ നമ്മൾ ഖുർആൻ ഹത്തം ഓതുന്നതിന് വരെ നമ്മൾ നിയ്യത്ത് വെച്ചിട്ടാണ്, മക്സദ് നിയ്യത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓതി തുടങ്ങിയത്. അപ്പോൾ അന്ന കുല്ല അമലിൻ യഹ്താജു ഇലാ ഹുസ്നുൽ ഇബ്തിദാ, ഏതൊരു അമലിനും ഒരു നല്ല തുടക്കമുണ്ട്. വഹുവ നിയ്യത്തു അലാ വജ്ഹിൽ ലദീ തഖദ്ദമ ബയാനഹു. അതെന്താണ്? അത് നല്ല നിയ്യത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഒരു സാഹോദര്യം, അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു സുഹൃത്ത് ബന്ധത്തെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് അതിന് നല്ലൊരു നിയ്യത്ത് വേണം എന്നത് നമ്മൾ മുമ്പ് പറയണ്ടായി. വഖദ് ഖാലു, എന്നാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നൽ അമല കമാ യഹ്താജു ഇലാ ഹുസ്നിൽ ഇബ്തിദാഇ കദാലിക യഹ്താജു ഇലാ ഹുസ്നിൽ ഇഹ്തിമാം. ഒരു അമലിന് നല്ലൊരു തുടക്കം ആവുന്നത് പോലെ തന്നെ ആവശ്യമായ ഒരു കാര്യമാണ് അതിനൊരു നല്ല അവസാനം ഉണ്ടാവുക എന്നറിയുന്നത്. അപ്പം നമ്മൾ ഖുർആൻ ഹത്തം തുടങ്ങിയ ഒരു നിയ്യത്ത് കൊണ്ട്, അപ്പം നിയ്യത്ത് കൊണ്ട് തുടങ്ങിയാൽ ഒരു ദുആ കൊണ്ട് അവസാനിപ്പിക്കണം. അത് അതിൻ്റെ ഒരു തുടക്കവും അവസാനമാണ്. പരമാവധി ഈ നിയ്യത്തിലും ദുആലും എല്ലാവരും ഉൾപ്പെടാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ നിസ്കാരം നിയ്യത്ത് കൊണ്ട് തുടങ്ങിയാൽ ആ നിയ്യത്ത് കൊണ്ട് തുടങ്ങി അങ്ങനെ പോകുന്നൊന്നുമില്ലല്ലോ, അവസാനം സലാം വീട്ടുന്നതുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ നിയ്യത്ത് കൊണ്ട് നമ്മൾ നോമ്പ് തുടങ്ങിയാൽ അതിന് നമ്മൾ നോമ്പ് മുറിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് അതിനെ അവസാനിപ്പിക്കുന്നുണ്ട്. ഏതൊരു നല്ല അമലിനും ഒരു നല്ല തുടക്കം ഉണ്ടാവുന്നത് പോലെ തന്നെ ഒരു നല്ലൊരു അവസാനവും ആവശ്യമാണ്. ഫഹുസൂല നതീജത ഫി സുഹബത്തി വൽ ഉഖ്വതി മശ്റൂത്തുൻ ബി ഹുസ്നിൽ ഇഹ്തിമാം. അതുകൊണ്ട് തന്നെ ഹുസൂല നതീജ, അതുകൊണ്ടുള്ള ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ഫി സുഹബത്തി വൽ ഉഖ്വതി, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരു സഹവാസത്തിൽ കഴിയുന്നതും അള്ളാഹുവിന് വേണ്ടി സഹോദര്യത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ ലക്ഷ്യം നമ്മൾ എത്തിച്ചേരുന്നത് മശ്റൂത്തിന്, അതിന് നിബന്ധനമാക്കപ്പെട്ടിട്ടുണ്ട് ബിഹുസ്നുൽ ഇഹ്തിമാം, നല്ലൊരു അവസാനം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു നിയ്യത്തിൽ ഞാൻ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു കേട്ടോ, നിങ്ങൾ എൻ്റെ ഒരു സഹോദരനാണ്, നിങ്ങളുടെ സഹോദരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്നേഹം തുടങ്ങിയാൽ അത് അതേ രൂപത്തിൽ, നല്ല രൂപത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയും വേണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ ബന്ധത്തിൻ്റെ ഗുണം കിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടു പല ആൾക്കാരും അള്ളാഹു വേണ്ടി സ്നേഹിക്കുന്നു എന്ന് ഒരാൾ തുടങ്ങി, കുറേ കഴിഞ്ഞിട്ട് ഓരങ്ങ് പോയി. പിന്നെ വേറെ ആൾ അള്ളാഹിന് വേണ്ടി സ്നേഹിക്കുന്നു പറഞ്ഞു, കുറേ കഴിഞ്ഞ് ഓരങ്ങ് പോയി. അപ്പം നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോകും പരലോകത്ത്, അള്ളാഹുവെ ഞാൻ പല ആൾക്കാരെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയും. അള്ളാഹ് പറയും, ഈ അള്ളാഹിന് വേണ്ടി സ്നേഹിച്ചിട്ടില്ല. കാരണം ഏതൊരു കാര്യം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുകയും വേണ്ടേ. ഈ തുടങ്ങിയ ആൾക്കാരൊന്നും നമ്മൾ കൂടെ ഇല്ല. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സ്നേഹത്തിൽ നമ്മൾ കൂടെ നിൽക്കുന്നില്ല. വേറൊരാൾ തിരഞ്ഞെടുത്തു, അവരും അള്ളാഹിന് വേണ്ടി സ്നേഹിക്കുന്നു നമ്മൾ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും നമ്മൾ കൂടെ ഇല്ല, പിന്നെ ആരും കൂടെ ഇല്ല, പിന്നെ നമ്മൾ അള്ളാഹിൻ്റെ വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന എന്ത് അർത്ഥമുള്ളത്? ഏതുപോലെ നിയ്യത്ത് തുടങ്ങി നിസ്കരിക്കാൻ നിന്നു, അതിൻ്റെ ഇടയിൽ കയ്യച്ചു പോയി. ചിലർ റുക്കൂർ കയ്യച്ചു, ചിലർ സുജൂദ് കയ്യച്ചു, ചിലർ അത്തയ്യാത്തിന് തൊട്ടും സലാം പൊട്ടുന്നതിന് തൊട്ടുമുമ്പ് കയ്യച്ചു പോയി.
അതുകൊണ്ട് നിസ്കാരത്തിന് കൂലി കിട്ടൂലല്ലോ. അപ്പോൾ ഏതൊരു അമലിനും നല്ല തുടക്കം ഉണ്ടാവേണ്ടതുപോലെ തന്നെ ആ ഒരു അമലിന് നല്ല അവസാനം ഉണ്ടാവണം. അത് അള്ളാഹുവിന് വേണ്ടി സ്വഹബത്തിലും സാഹോദര്യത്തിനും കൈനീലും ബാധകമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇഖ്വാനികൾ അള്ളാഹുവിന് വേണ്ടി സൂഫി ത്വരീഖത്തിലൊക്കെ നമ്മൾ ബയ്യത്ത് ചെയ്യുമ്പോൾ, ഒരു ത്വരീഖത്തിലൊക്കെ ബയ്യത്ത് ചെയ്യുമ്പോൾ അതൊരു അള്ളാഹുവിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. നമ്മൾ ആ കൂട്ടായ്മയിലാണ് ബയ്യത്ത് ചെയ്യുന്നത്, കൂട്ടായ്മയിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടായ്മ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ് അവിടെ. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അപ്പോൾ ഇവരെ ഞാൻ നോക്കിയിരുന്ന അവർ ഷാറിൽ കുറച്ച് കഴിഞ്ഞാൽ അവരും പിരിഞ്ഞു പോയി, വേറെ ആൾക്കാരെ നോക്കി അവരും പിരിഞ്ഞു പോയി. ലാസ്റ്റ് ആർക്കും നമ്മൾക്ക് ആരെയും പറ്റൂല, നമ്മൾ മാത്രമേ ഉള്ളൂ ലാസ്റ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് പറയും. ഇത് തന്നെ ഷെഹുകൾ അതിന് തുടർന്ന് പറയുന്നുണ്ട്. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഫീ ഹബരി സബഅത്തില്ലദീന യദുല്ലുഹുമുല്ലാഹു തആല ബിദില്ലിഹി അലാ മാ ഫീ ബഅദി റിവായത്ത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതായത് 7 വിഭാഗം ആളുകൾ അള്ളാഹു നാളെ അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ തണലിട്ട വിഭാഗത്തിന് ഒരു വിഭാഗത്തെ എണ്ണിയിട്ടുണ്ട്. ഒരു വിഭാഗത്തിൽ ഇങ്ങനെ, ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. എന്താണത്? വറജുലാനി തഹാബ ഫില്ലാഹി, 2 ആളുകളാണ്, അവര് പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു. അലാ ദാലിക, അതിന്റെ മുകളിൽ അവരിങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. അള്ളാഹുവിന് വേണ്ടി സ്നേഹം തുടങ്ങി, പിന്നെ അതിന്റെ മുകളിൽ അവരിങ്ങനെ മുന്നോട്ട് പോയി. അലൈഹി, അതിന്റെ മുകളിൽ അവര് മരിക്കുകയും ചെയ്തു. കാലഫി അവാരിഫിൽ മആരിഫില് ഷേഖ് ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഫി ഇഷാറത്തുൻ, ഈ ഹദീസിനെ പറഞ്ഞുകൊണ്ട് പറയാണ്, ഫി ഇഷാറത്തുൻ ഇലാ അന്ന ഉഖവത വസ്സുഹബത ഫി ഷർത്തിഹിമാ ഹുസ്നുൽ ഖാതിമതി ഹത്താ യക്തുബ ലഹും സവാബു മുവാഖാത്ത്. അപ്പോൾ 2 പേര്, ഈ ഒരു ഹദീസിൽ നമ്മൾ മനസ്സിലാവുന്നത്, ഈ ഹദീസ് എന്താ പറയുന്നത്? 2 പേര് പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, പിന്നെ അള്ളാഹുവിന്റെ സ്നേഹത്തിലായി ഇവർ മുന്നോട്ട് പോയി, അള്ളാഹുവിന്റെ സ്നേഹത്തിലായി മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അത് സൂചിപ്പിക്കുന്നത് എന്താ പറഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സാഹോദര്യവും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സുഹബത്തും അത് നമുക്ക് സവാബായിട്ട്, അതിന് നമുക്ക് പ്രതിഫലമായിട്ട് ആ ഒരു അമലിനെ നമുക്ക് എഴുതപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? അതിന്റെ ഷർത്ത് എന്ന് പറയുന്നത് അത് അവസാനം വരെ ഉണ്ടാവണം എന്നാണ്. അത് അതിലായിട്ട് നമ്മൾ മരിക്കണം. അപ്പൊ നമ്മൾ ഈ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം അതൊരു നല്ലൊരു അമലായി നമുക്ക് വേണ്ടി എഴുതപ്പെടണം എന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന അവസ്ഥയിൽ ആ 2 പേരും മരിക്കുകയുമാണ്. ആ പറച്ചില് മാത്രം ഉണ്ടായ പോരാ, അത് ജീവിക്കുകയും വേണം, അതിലായിട്ട് അവസാനം വരെ നിലകൊള്ളുകയും വേണം. മരിക്കുമ്പോൾ ആ സ്നേഹത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സവാബ് നമുക്ക് എഴുതപ്പെടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾക്ക് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, ഫുൾ എല്ലാവരും അള്ളാഹ്ക്ക് വേണ്ടിയാണ് സ്നേഹിക്കണം. പക്ഷേ ഈ സ്നേഹമൊക്കെ നമുക്ക് എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണമല്ലോ. എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം പലതും മുറിഞ്ഞു പോയിട്ടുണ്ട്. 100 എണ്ണം നമ്മൾക്ക് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ച 99 ആൾക്കാരും പല വഴിക്ക് പോയിട്ടുണ്ട്. ഒരാളുള്ള അത് ഞാനായിരിക്കും ചിലപ്പോൾ ആ ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹങ്ങൾ എന്തല്ല, നമ്മൾ അമലായിട്ട് എണ്ണപ്പെടൂല. ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ വെള്ളത്തിന്റെ മുകളിൽ എഴുതിയ പോലെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ഒരു ഉപകാരം ചെയ്യൂല.